ഇനി ആരും കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിൽ അടുക്കളയിൽ എന്നും എപ്പോഴുമുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനൊക്കെയാണോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഈസ്റ്റ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മൈദമാവാണ്. നമുക്ക് വെള്ളയപ്പം ആകട്ടെ ഏതൊരു സാധനങ്ങൾക്കും, ബട്ടൂർ ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഈസ്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത്, നമുക്ക് വൈൻ ഇടാനും ഈ ഒരു ഈസ്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടില്ലേ, വെള്ളയപ്പം നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഓട്ടയൊക്കെ വന്ന് നല്ല മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചെടുക്കാം. ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഈ ഒരു ഇതിലെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ പഞ്ചസാര, ഈ ടേബിൾ സ്പൂൺ തന്നെ ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആ ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മളുടെ തേനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും തേനും ചേർത്തതിന് ശേഷം നേരിയ ചൂടുവെള്ളം, നല്ല ചൂടൊന്നും പാടില്ല, നേരിയ ചൂടുവെള്ളത്തിൽ ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. പഞ്ചസാര ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടണം. ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, കൂടുതലൊന്നും എടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. അതൊരു വലിയ പണിയാണ്. നേരിയ ചൂടുവെള്ളമായതുകൊണ്ട് കുറച്ച് പെട്ടെന്നായി കിട്ടുന്നതാണ് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അതേ ടേബിൾ സ്പൂണിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ നമ്മളുടെ കട്ടത്തൈരും, നല്ല പുളിയുള്ള കട്ടത്തൈരും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. രണ്ടും കൂടെ മിക്സാക്കി എടുക്കുക, ഒട്ടും കട്ട പാടില്ല. അതിലേക്ക് നമ്മൾ ഈ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിശ്രിതമില്ലേ, അത് കുറച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തന്നെ കട്ടയൊന്നുമില്ലാതെ ഒറ്റയടിക്ക് ഒഴിച്ച് നിങ്ങൾ എടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവോളം നമുക്ക് ഈ ഒരു മാവിൻ്റെ ഒരു പരുവം വെള്ളം പോലെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ ഇത് നല്ല രീതിയിൽ എയർ ടൈറ്റിൽ നല്ല പോലെ മൂടിയിരിക്കണം. ഒട്ടും എയർ കയറാത്ത രീതിയിൽ ടൈറ്റായിട്ട് മൂടി വെക്കാൻ പറ്റുന്ന മൂടി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ക്ലിം റാപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഇത് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് ആകെ 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ ഒരു മിക്സിങ് വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനി 24 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് കാണുമ്പോൾ ഒന്നും വ്യത്യാസം തോന്നില്ല, പക്ഷേ ഇത് വായിൽ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല പുളിയായിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ ഒരു ഈസ്റ്റിൻ്റെ മണം വരും. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസമൊന്നും തോന്നില്ല, പക്ഷേ അത് തുറക്കുമ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈസ്റ്റിൻ്റെ ഒരു സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈസ്റ്റ് തന്നെയാണ്. നമുക്ക് ഈ ഒരു ലിക്വിഡായിട്ട് വേണമെങ്കിൽ ലിക്വിഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 ആഴ്ച നമുക്കിത് യാതൊരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പുറത്ത് വെച്ചാൽ അത് പുളിച്ച് വരും. അപ്പോൾ നമ്മളതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. 2 ആഴ്ചക്കുള്ളിൽ അത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഒരു റെസിപ്പി ഇവിടെ കാണിച്ച് തരുന്നുണ്ട്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് പഞ്ചസാരയും 1 നുള്ള് ആവശ്യത്തിന് ഉപ്പും, നുള്ളല്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ബട്ടറിന് ടേസ്റ്റ് ആണെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നും സാധനങ്ങൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു ലിക്വിഡായിട്ടുള്ള നമ്മളുടെ ഈസ്റ്റ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കുക. ഈവനായിട്ട് എല്ലായിടത്തും മിക്സായതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, തണുത്ത വെള്ളമാകരുത്. എന്താ പറയുക, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് നിങ്ങൾ മിക്സാക്കരുത്, കുറച്ചായിട്ട് മിക്സാക്കി കൊടുക്കുക.
ഭയങ്കര ഇങ്ങനെ ടൈറ്റായിട്ടുള്ള മാവല്ല വേണ്ടത്, ഇത്തിരി വാട്ടറി ആയിട്ടുള്ള ഒരു മാവില്ലേ, കയ്യിലിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഇതിലാണ് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇതുപോലെ പരന്ന പാത്രത്തിൽ കുഴച്ചെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മിക്സായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിക്കി ആയിരിക്കണം, നല്ല ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കരുത് കേട്ടോ മാവ്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ബൗൾ എടുത്തത് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയാണ് എത്രത്തോളം ഇത് പൊങ്ങി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ആ ബൗളിലും തടവി കൊടുക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു മാവിലും. അത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒട്ടും എയർ കയറാത്ത രീതിയിൽ നമുക്ക് നല്ല പോലെ തന്നെ മൂടി വയ്ക്കാം. ഇതുപോലെ പല രീതിയിലും നമുക്ക് പല ഐഡിയയിലും നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരം ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് കൊടുക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ലിക്വിഡായിട്ടുള്ള ഈ ഒരു മിശ്രിതമില്ലേ, അത് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡ്രൈ ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 പാത്രത്തിലേക്കുള്ള ഒരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് 2 മാസത്തേക്കൊക്കെ ഉള്ള ഈസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഇത് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ഇതുപോലെ എന്തെങ്കിലും വൈകുന്നേരം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഈസ്റ്റ് എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ 2-3 മാസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ദിവസത്തെ വെയിൽ നല്ലപോലെ കൊള്ളണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. നമ്മളുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കനാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ചിക്കന് അത് ബോൺലെസ് പീസ് എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. വെജിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പനീർ എടുക്കാം, ഇല്ലെങ്കിൽ മഷ്റൂം എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾസ് എടുക്കാനായിട്ട് സാധിക്കും. അതിലേക്ക് സോയാ സോസും പെപ്രിക്ക പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള വഴന്ന് വരുന്നതിന് മുമ്പ് തന്നെ, സവാളൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഈ സോസും ഇതും ഈ ഒരു പൊടിയും കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ, എരിവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഓർഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുമല്ലോ, നമ്മൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചീസ് ചേർക്കാം, ഫ്രഷ് ക്രീം ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ ഐഡിയയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരെയും കയ്യിലുള്ള സാധനങ്ങൾ വെച്ച്, ഇപ്പോൾ പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, എന്താണെങ്കിലും ചെയ്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് കൂട്ടിയിട്ടിട്ട് നമ്മൾ മുളകൊന്നും ഉപയോഗിക്കാതെ നല്ല വെള്ള കളറിൽ കുറച്ച് ക്രീമും കൂടെ ഇട്ട് അല്ലെങ്കിൽ ചീസും കൂടെ മിക്സ് ചെയ്തെടുത്താലും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു 1 മണിക്കൂറായപ്പോഴത്തേക്കും നോക്കിക്കാൻ നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി നോക്കാം. നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഈസ്റ്റ് എങ്ങനെയാണോ, ഇത് കണ്ടില്ലേ, ഇത് എയർ വന്ന് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വെള്ളയപ്പം, എന്ത് കാര്യങ്ങൾ നമ്മൾ കടയിൽ നിന്നും ഈസ്റ്റ് മേടിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വൈനാണെങ്കിലൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇപ്പോൾ ക്രിസ്മസ് വരികയാണ്, കേക്ക് എല്ലാവരും പല രീതിയിലുള്ള കേക്കുകൾ പരീക്ഷിക്കും. അപ്പോഴും നമുക്ക് ഈ ഒരു ഈസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. നമ്മൾ കടയിൽ നിന്നും പല രീതിയിൽ പല നമ്മളുടെ കുടലിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഈ ഒരു ഈസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈസ്റ്റ് യാതൊരു കെമിക്കലും ഇല്ലാതെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കി ഈ ഒരു ഈസ്റ്റ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നമ്മൾ ഇനി ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചൊരു നല്ല സോഫ്റ്റായിട്ട് നല്ല പഫി ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഓരോ ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ട് നമ്മൾ പരത്തുമ്പോൾ പ്രസ് ചെയ്ത് പരത്തരുത്, പതിയെ പരത്തിയെടുക്കുക. ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ.
വളരെ ടേസ്റ്റിയാണ്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് ലഞ്ച് ബ്രേക്കിനൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കുറച്ച് ചീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. വെജിറ്റേറിയൻസിനും ഈ ഒരു ഐഡിയയിൽ തന്നെ എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഓവൺ ഇല്ല, എയർ ഫ്രയർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഡബിൾ ഒരു തട്ട് മേളിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നേരിയ തീയിൽ നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് നമ്മൾ നനഞ്ഞ ഒരു തുണി, കോട്ടൺ തുണി ഇതുപോലൊരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ പഫിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ഓരോ സമയവും ഡിഗ്രീസൊക്കെ ആണെങ്കിലും വ്യത്യാസം ഉണ്ടാകും. പിന്നെ ഞാൻ പറയുന്ന ഇതിൽ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ എയർ ഫ്രയറിൻ്റെ ഒരു വീഡിയോയിൽ പോലും അതിൽ ഡിഗ്രീസ് പറയാണ്ടിരുന്നത്, ടൈമും ഡിഗ്രീസും പറയാണ്ടിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എയർ ഫ്രയറിൽ എങ്ങനെയാണോ അത് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട നല്ലതുപോലെ അടിച്ചിട്ട് അതിൻ്റെ മേളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ എയർ ഫ്രയറിൽ 20 മിനിറ്റ് 185 ഡിഗ്രീസാണ് കേട്ടോ. അപ്പോൾ അതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിരുന്നു. ആ ഒരു ഫില്ലിങ്ങും ആ ഒരു ബണ്ണും കൂടെ കഴിക്കുമ്പോൾ ഇല്ലേ, ചീസും ഫ്രഷ് ക്രീമും എന്തെങ്കിലും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല കിഡിലോ ആയേനെ കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഫില്ലിങ്ങൊന്നും ഇല്ലാതെ ഒരെണ്ണം വെച്ചത് നിങ്ങൾക്ക് കാണാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കടയിൽ നിന്നും ആരും ഈസ്റ്റൊന്നും വാങ്ങരുത്. നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലേ. വെയിലത്ത് 2 ദിവസം 3 ദിവസം വെക്കണം എന്നുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. അത് മിക്സ് ചെയ്തെടുക്കാൻ വളരെ സെക്കൻഡുകൾ മാത്രം മതി. ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്തിരി സമയമായിട്ട് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡിന് നമുക്ക് ചെയ്യാണ്ട് സാധിക്കും. അപ്പോൾ അതായത് 3 ദിവസത്തെ വെയിൽ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കത്തി കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് വരുന്നത്. അപ്പം നമ്മൾ ചട്ടകം കൊണ്ട് ചെയ്തെടുത്താൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഈ ഒരു പാത്രത്തിൽ നിന്നും അടർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തന്നെ അടന്ന് വരുന്നതാണ്. ഒരു 3 ദിവസം നല്ല വെയിൽ കൊള്ളണം കേട്ടോ, അല്ലാണ്ട് പെട്ടെന്നൊന്നും ഇത് ഡ്രൈ ആയി കിട്ടില്ല. അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മാവ് നമ്മൾ ഇനി 1 ദിവസം കൂടെ വെയിൽ കൊള്ളിക്കണം. ഇത് അടത്തി എടുത്തതിന് ശേഷം 1 ദിവസം കൂടെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഡ്രൈ ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇത് ചെയ്ത് വെച്ച ഒരു ഈസ്റ്റാണ് ഇത്. അത് തീരാനായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ചെയ്യാനായിട്ട് പോയപ്പോൾ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.